ഇല്ലയോ? He's coming out, brother. He's coming out. Side में थोड़ा आगे से side में. कैमरा रखो. Silent आओ. ऐसा नहीं होगा. बेलू अकेले. सर बाहर लो भाई. आगे से थोड़ा side में भाई side में. अल्लाह अनूप അദ്ദേഹം നിശബ്ദനായിരിക്കണം അദ്ദേഹം സംസാരിക്കും. മൈക്ക് नीचे करो माइक. बाहर. You start speaking sir. और सुधारता എന്താ നടക്കുന്നത്? माइक नीचे चकल तो आजा यार माइक नीचे करो. ചേച്ചി പാർട്ടിയിൽ തുടരും. പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിനകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി. ഇതാണ് കെ സുധാകരന്റെ പ്രഖ്യാപനം. അദ്ദേഹം പാർട്ടി വിടില്ല, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കില്ല, പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും. പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്. അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. പാർട്ടിയെ വെല്ലുവിളിക്കില്ല, ആ ഒരു വാക്കിലെല്ലാം ഉണ്ട്, ആ ഒരു വാചകത്തിലെല്ലാം ഉണ്ട്. കെ സുധാകരൻ പറയുന്നു പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല, പക്ഷേ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല, സ്വതന്ത്രനായി മത്സരിക്കാനില്ല. തനിക്ക് പാർട്ടി അണികളുണ്ട്, പക്ഷേ ആ അണികളെ ഏതെങ്കിലും കമ്മിറ്റി രൂപീകരിക്കാനോ തനിക്ക് വേണ്ടി ജയ് വിളിക്കാനോ അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള അണികളാണ് എന്ന് കെ സുധാകരൻ പറയുകയാണ്. കണ്ണൂരിൽ സീറ്റില്ല, പക്ഷേ കെ സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിക്കില്ല. ജേക്കബ് ജോർജ്, ശരിക്കും പറഞ്ഞാൽ മഞ്ജുഷേ, അത് വൈകി ഉദിച്ച ആണെങ്കിലും വലിയ ബുദ്ധി തന്നെയാണ് സുധാകരൻ കാണിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയോടല്ല, കേരള സമൂഹത്തിൽ ഇതുപോലെയുള്ള ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന തരത്തിൽ ഒന്നുകൂടെ കേൾക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് സുധാകരൻ പറയുന്നു പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. സുധാകരൻ വഴങ്ങി, ഹൈക്കമാൻഡിന് മുന്നിൽ കെ സുധാകരൻ വഴങ്ങി, പാർട്ടിക്ക് വിധേയനായിട്ട് തുടരും, പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു പോകില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് കെ സുധാകരൻ ഉന്നയിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കെ സുധാകരൻ വഴങ്ങി, സ്വതന്ത്രരായി മത്സരിക്കുമെന്ന രീതിയിലുള്ള വെല്ലുവിളി അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ നടത്തിയിരുന്നു. പക്ഷേ പിന്നീടുള്ള അനുനയ നീക്കങ്ങളിൽ അദ്ദേഹം വഴങ്ങിയിരിക്കുകയാണ്. പാർട്ടിയെ വെല്ലുവിളിക്കില്ല, പാർട്ടിയെ നിർണായകമായ ഈ ഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ കണ്ണൂരിലെ പാർട്ടിയുടെ സിംഹം കെ സുധാകരൻ ഇല്ല. സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കില്ല, പാർട്ടിക്ക് വിധേയനായി തുടരും, പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ക്ലൈമാക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചർച്ച, മാരത്തൺ ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ ഇല്ലാതെ പാർട്ടി ലിസ്റ്റ് പുറത്തു വരാൻ പോവുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, ദിവസങ്ങൾ നീണ്ട ചർച്ച നടന്നപ്പോൾ, സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായപ്പോഴും ഹൈക്കമാൻഡ് അതിനു മുന്നിൽ വഴങ്ങിയില്ല. സുധാകരന് വഴങ്ങേണ്ടി വന്നു. സ്വതന്ത്രനാകാൻ താനില്ല എന്ന് കെ സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്നത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചർച്ചകളിൽ നടന്നത്, എങ്ങനെ കെ സുധാകരൻ വഴങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കി നിൽക്കുകയാണ്. സുധാകരന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. കിരൺ ബാബു, കിരൺ, എന്താണ് സംഭവിച്ചത് അവസാന നിമിഷം? സുധാകരൻ കൃത്യമായിട്ടും ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നുവല്ലോ പാർട്ടിക്ക് മുന്നിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന്. അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചു?
മഞ്ജുഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുധാകരനെ സംബന്ധിച്ച് സുധാകരന്റെ അസ്തിത്വം എന്ന് പറയുന്നത് പിണറായി വിജയനോടുള്ള കടുത്ത വിരോധം, CPM-നോടുള്ള കടുത്ത എതിർപ്പ് എന്നുള്ളതാണ്. ഇത് രണ്ടും വിട്ട് സുധാകരൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന പേരിൽ മത്സരത്തിനിറങ്ങിയാൽ സ്വാഭാവികമായും അത് സഹായിക്കുക പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേറാനായിരിക്കും, അല്ലെങ്കിൽ LDF-ന്റെ വിജയത്തിനായിരിക്കും സഹായിക്കുക. അതിനപ്പുറത്തേക്ക് സുധാകരന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അത് LDF-ന് അനുകൂലമായും UDF-ന്റെ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും സുധാകരൻ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് തന്റെ ഇത്രകാലം നീണ്ട 78-9 വർഷം നീണ്ട ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാവും സുധാകരൻ ഉണ്ടാവുക. ഇത്രകാലം അദ്ദേഹം ഉണ്ടാക്കിയ പ്രതിച്ഛായ അടക്കം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും സമ്മർദ്ദം ചെലുത്തിയിട്ടും അത് നടക്കില്ല എന്ന് വന്നപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല എന്ന് തന്നെ പറയുന്നു. സ്വതന്ത്രനായി താൻ ആരെയും മത്സരിക്കുന്നില്ല, താൻ ആരെയും മത്സരിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു. ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിലും സുധാകരൻ ഒടുവിൽ വഴങ്ങുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. മറ്റു പലരും പുറത്തുനിന്ന് പലതും പറയുമ്പോഴും ഒടുവിൽ കോൺഗ്രസിനെ സ്വന്തം വഴിയിലേക്ക്, ഹൈക്കമാൻഡിന് സ്വന്തം വഴിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖർഗെ സുധാകരനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സുധാകരന്റെ വിഷയങ്ങളൊക്കെ പിന്നീട് വിശദമായി സംസാരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പാർട്ടി ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചു. ഇനി അതല്ല, സുധാകരനില്ലാതെ ലിസ്റ്റ് ഇറക്കിയാൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ ആ വഴിക്ക് പൊക്കോളൂ എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. AK ആന്റണിയെ പോലെ ഏറ്റവും തലമുതിർന്ന നേതാവ് തന്നെ വന്ന സുധാകരൻ പാർട്ടിക്ക് വിട്ട് പുറത്തു പോകില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ്, പാർട്ടിയുടെ പോരാളിയാണ് സുധാകരൻ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളടക്കം ധിക്കരിച്ചുകൊണ്ട് സുധാകരൻ പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായും അന്ധമായും സുധാകരന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ സുധാകരന് കിട്ടാൻ കഴിയില്ല എന്ന് സുധാകരൻ തന്നെ തിരിച്ചറിയുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയം നന്നായി തിരിച്ചറിയുന്ന ആൾ തന്നെയാണ് സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, നേതാവിന്റെ ഏറ്റവും കടുത്ത ശക്തി എന്ന് പറയുന്നത് കടുത്ത CPM വിരോധം, മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കടുത്ത എതിർപ്പ്, CPM-നോടും പിണറായി വിജയനോടുമുള്ള പാർട്ടി വിട്ട് വെളിയിൽ വരുന്നത് അത് തന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു അന്ത്യമായിരിക്കുമെന്ന് പോലും സുധാകരൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയിൽ തുടരും, പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട് പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടി ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാടി എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല. ഇതാണ് കെ സുധാകരന്റെ പ്രതികരണം. എല്ലായിടത്തും തനിക്ക് ആളുകളുണ്ട്, പക്ഷേ അത് കമ്മിറ്റി ഉണ്ടാക്കാനല്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്.